പ്രിയരെ, ചെന്ന ടൈഡിങ്സിന്റെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തോലിക്കവല വീണ്ടും മാറുകയാണ്. ഇതാ ഒരു സൂപ്പർ മാർക്കറ്റ് മുത്തോലിക്കവലയിൽ എത്തിയിരിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് നടരാജൻ്റെ സ്ഥലത്താണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി കാബൂളിലെ ആർച്ച് ബിഷപ്പ് ബെനിറ്റ്സ് വറ്റിക്കാനിലെത്തി. അദ്ദേഹം കർദിനാളായി നിയമിതനായതിനെക്കുറിച്ച് ആരും അറിയാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പുരികങ്ങൾ ഉയർത്തി. അഫ്ഗാനിസ്ഥാനിലെ അനിശ്ചിതത്വപരമായ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് കാലം ചെയ്ത പോപ്പ് തന്നെ രഹസ്യമായി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയതായി സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക രേഖകൾ ബെനിറ്റ്സ് ഹാജരാക്കി. തിരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ഡീൻ കർദിനാൾ ലോറൻസിൻ്റെ പ്രചോദനാത്മകമായ പ്രസംഗത്തോടെയാണ് കോൺക്ലേവ് ആരംഭിച്ചത്. ഉറപ്പ് ഒരു പാപമാണ്. താഴ്മയുള്ള തൻ്റെ കുറവുകൾ അംഗീകരിക്കുന്ന പാപമോചനം തേടുന്ന ഒരു മാർപ്പാപ്പായെ നാം അന്വേഷിക്കുന്നു. കാരണം അപൂർണതയിലൂടെ ദൈവകൃപ വരുന്നു, അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ നൈജീരിയയിൽ നിന്നുള്ള കർദിനാൾ അദന്യാവോ മുൻനിരക്കാരനായി ഉയർന്നു. തുടർച്ചയായ വോട്ടിംഗ് റൗണ്ടുകളിൽ സ്ഥിരമായി പിന്തുണ വർദ്ധിപ്പിച്ചു വന്നു. അപ്പോഴാണ് വത്തിക്കാനിൽ ആതിഥ്യ മര്യാദകൾ ഒരുക്കുന്ന കന്യാസ്ത്രീകൾ ഒരാൾ കർദിനാൾ അദന്യാവോയ്ക്ക് എതിരെ ഒരു ആരോപണവുമായി വരുന്നത്. അദന്യാവോ തൻ്റെ ചെറുപ്പകാലത്ത് തന്നോട് ഒരു ബന്ധത്തിലായിരുന്നുവെന്നും ആ ബന്ധത്തിൽ താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകിയെന്നും അവർ വെളിപ്പെടുത്തുന്നു. മാർപ്പാപ്പ സ്ഥാനാർത്ഥിയായി 3ാം സ്ഥാനത്ത് നിന്ന കർദിനാൾ ട്രെംബ്ലിയായിരുന്നു ഈ വെളിപ്പെടുത്തലിന് നേതൃത്വം നൽകിയത്. ഈ കന്യാസ്ത്രീയെ നൈജീരിയയിൽ നിന്നും അദ്ദേഹം ഇക്കാര്യത്തിനു വേണ്ടി വിളിച്ചു വരുത്തിയതായിരുന്നു. അദന്യാവോ ബന്ധം സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. മാപ്പ് ചോദിക്കാൻ കഴിയുന്നവരെയാണല്ലോ അങ്ങ് മാർപ്പാപ്പായി ആയി നിയമിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം കർദിനാളിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മാർപ്പാപ്പ ആകുവാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പല കുടല നീക്കങ്ങൾ നടത്തിയിരുന്ന ട്രെംബ്ലിയുടെ ചരിത്രം കളങ്കപ്പെട്ടതായിരുന്നു. സാമ്പത്തിക ഇടപാടുകളിലെ അഴിമതിയുടെ പേരിൽ അന്തരിച്ച പോപ്പ് ട്രെംബ്ലിയെ പിരിച്ചുവിട്ട രേഖകൾ പോപ്പിൻ്റെ മുറിയിൽ നിന്നും ഡീൻ കണ്ടെടുത്തു. അദന്യാവോവും ട്രെംബ്ലിയും അയോഗ്യരാക്കപ്പെട്ടതോടെ വ്യക്തമായ നേതാവില്ലാതെ കോൺക്ലേവ് അവശേഷിച്ചു. അതേസമയം കോൺക്ലേവിന് ബാഹ്യ ഭീഷണികളും നേരിടേണ്ടി വന്നു. റോമിലും മറ്റ് യൂറോപ്യൻ നഗരങ്ങളിലും നിരവധി ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. ഒരു ബോംബ് കർദിനാളന്മാർ ഒത്തുകൂടിയിരുന്ന സിസ്റ്റേഷ്യൻ ചാപ്പലിൽ പോലും വന്നു പതിച്ചു. പൊടിയിൽ മുങ്ങി സംഭവവികാസങ്ങളാൽ മാനസിക ഉലച്ചിലായ കർദിനാളന്മാർ ഉടനെ തന്നെ പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇറ്റാലിയൻ കർദിനാളന്മാരിൽ ഒരു വിഭാഗം യൂറോപ്പിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് നേതൃത്വം നൽകുവാൻ കഴിവുള്ള ഒരു മാർപ്പാപ്പയാണ് വേണ്ടതെന്ന് വാദിച്ചു. സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിൽ കർദിനാൾ ബെനറ്റസ് അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. മെക്സിക്കോ സ്വദേശിയായ ബെനറ്റസ് കാബൂളിലെ ആർച്ച് ബിഷപ്പാകുന്നതിന് മുമ്പ് കോങ്കോ പോലുള്ള സംഘർഷ മേഖലകളിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു. സംഘർഷത്തിനുമേൽ സമാധാനത്തിനും അനുരഞ്ജനത്തിനും ഊന്നൽ നൽകി. യുദ്ധം എന്ന ആശയത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആഴത്തിൽ പ്രതിധ്വനിച്ചു. അടുത്ത റൗണ്ട് വോട്ടിങ്ങിൽ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കാർഡിനൽ ബെനറ്റ്സിൻ്റെ മാർപ്പാപ്പയായുള്ള തിരഞ്ഞെടുപ്പ് കർദിനാൾ ലോറൻസിനെ മറ്റൊരു പ്രതിസന്ധിയിലെത്തിച്ചു. ഏതോ ഒരു മെഡിക്കൽ അവസ്ഥയ്ക്ക് ബെനറ്റ്സ് കാലം ചെയ്ത മാർപ്പാപ്പായുടെ ആഗ്രഹപ്രകാരം ജനീവയിൽ ചികിത്സ തേടിയിരുന്നു എന്ന കാര്യം പലർക്കും അറിയാമായിരുന്നു. അതെന്താണ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബിഷപ്പായ ശേഷം ഒരു അപ്പൻഡിക്സ് ഓപ്പറേഷന് വിധേയമായപ്പോഴാണ്
ബെനറ്റ്സിൻ്റെ അടിവയറിൽ ഒരു ഗർഭപാത്രം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് നീക്കം ചെയ്യുവാൻ ഒരു സർജറി നിശ്ചയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ബെനറ്റ്സ് അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അഭിമുഖീകരിക്കപ്പെട്ടപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ കർദിനാൾ ലോറൻസിനെ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഓർമ്മിപ്പിച്ചു. ഉറപ്പ് ഒരു പാപമാണ്. തൻ്റെ നിശ്ചയമില്ലാത്ത വ്യക്തിത്വം ഒരു ബാധ്യതയല്ല, മറിച്ച് ദൈവിക രഹസ്യത്തിൻ്റെ ഒരു രൂപമായി വൈവിധ്യവും അനിശ്ചിതത്വവും ഉൾക്കൊള്ളുവാനുള്ള അവസരമാണ് സഭയ്ക്കുള്ളത് തന്നെ എന്ന് അദ്ദേഹം വാദിച്ചു. നമ്മളെ വളരെ ആഴമായ രീതിയിൽ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സിനിമ ഒരു നല്ല കാഴ്ച അനുഭവം മുന്നോട്ട് വയ്ക്കുന്നു. മാർപ്പാപ്പായുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ മാനുഷിക വശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. മാനുഷിക അഭിലാഷങ്ങളുടെയും അധികാര പോരാട്ടങ്ങളുടെയും ഒരു യുദ്ധഭൂമിയാണ് മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കോൺക്ലേവ്. എല്ലാ മാനുഷിക സ്ഥാപനങ്ങളെയും പോലെ തന്നെ സഭയും എല്ലാ ബലഹീനതകൾക്കും വിധേയമാണ്. സഭയുടെ സുതാര്യതയില്ലാത്ത പ്രവർത്തന രീതി ഇതിൻ്റെ ആഴം കൂട്ടുന്നുവെന്ന് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി.